ഒരു മിസൈൽ ആക്രമണം, 168 കുട്ടികളുടെ ജീവൻ. ആ ദുരന്തം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മിനാബിലെ മണ്ണിൽ നിന്ന് ചോരയുടെ ഗന്ധം മാഞ്ഞിട്ടില്ല. പകരം ചോദിക്കുമെന്ന തീരുമാനത്തിലാണ് ഇറാനും. ഫെബ്രുവരി 28 നടന്ന ആ സംഭവത്തിൽ 175 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഒരു സ്കൂളിന് നേർക്കുണ്ടായ ആ ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക. ചിത്രങ്ങൾ പുറത്തുവിട്ടത് ടെഹ്റാനിലെ ഇറാനിയൻ എംബസികളാണ്. ഇന്ത്യയിലെയും സൗത്ത് ആഫ്രിക്കയിലെയും നൈജീരിയയിലെയും ഇറാൻ എംബസികൾ തങ്ങളുടെ എക്സ് അക്കൗണ്ടുകളിലൂടെയാണ് ഈ ചിത്രങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. മിസൈൽ വർഷത്തിന് പിന്നിൽ അമേരിക്കൻ നാവിക ഉദ്യോഗസ്ഥരാണെന്നാണ് ഇറാന്റെ ആരോപണം. LR ടേറ്റ്, ജെഫ്രി ഇയോർക്ക്, ഈ പേരുകൾ ഇനി ലോകം മറക്കില്ല എന്നവർ പറയുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലായ USS സ്പ്രൂവാൻസിന്റെ കമാൻഡിംഗ് ഓഫീസറാണ് ടേറ്റ്. യോർക്കാകട്ടെ എക്സിക്യൂട്ടീവ് ഓഫീസറും. ഇവരാണ് ടോംഹോക്ക് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ 3 അവസരങ്ങളിൽ തൊടുക്കാൻ അനുമതി നൽകിയതെന്ന് എക്സ് കുറിപ്പിൽ പറയുന്നു. ഈ 2 ക്രിമിനലുകളെയും ഓർത്തുവെക്കണം. മിനാബിലെ സ്കൂളിൽ 168 നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ കാരണമായ മിസൈൽ വർഷത്തിന് ഉത്തരവിട്ടവർ ഇവർ തന്നെയാണ്, ഇറാൻ എംബസികൾ കുറിച്ചു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര സമൂഹം ഞെട്ടലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഇറാനിയൻ എംബസി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഈ 2 ഉദ്യോഗസ്ഥർക്കും മക്കളില്ലേ? നൈജീരിയയിലെ എംബസിക്ക് അറിയേണ്ടത് മറ്റൊന്നാണ്. ഈ 2 ഉദ്യോഗസ്ഥർക്കും രാത്രി എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ചോദ്യങ്ങൾ ഒന്ന് മാത്രം, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. ഇറാൻ പറയുന്നത് ഈ ആക്രമണം കരുതിക്കൂട്ടി നടത്തിയതാണെന്നാണ്. എന്നാൽ അമേരിക്കയുടെ നിലപാട് മറ്റൊന്നാണ്. അവർ പറയുന്നത് ലക്ഷ്യനിർണയത്തിലെ പിഴവാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ്. സ്കൂളിന് സമീപമുള്ള ഒരു സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണ് മിസൈൽ തൊടുത്തതെന്നും എന്നാൽ ഉന്നം തെറ്റുകയായിരുന്നുവെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്തായാലും സ്കൂളിനടുത്ത് ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രം വയ്ക്കുന്നതുകൊണ്ട് ഇറാന് രക്ഷയായി മാറുകയായിരുന്നുവെന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. കാരണം ആ സ്ഥലം ആരും ഉന്നം വയ്ക്കില്ല. പക്ഷേ അമേരിക്ക കണക്കുകൂട്ടി സൈനിക കേന്ദ്രം തകർക്കാൻ തീരുമാനിച്ചു. പക്ഷേ ലക്ഷ്യം പിഴച്ച് സ്കൂളിന് മേൽ പതിക്കുകയായിരുന്നു. എന്തായാലും അതിന് പകരം ചോദിക്കുമെന്ന് തന്നെയാണ് ഇറാൻ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ചയ്ക്കും ഇത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇറാൻ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക എത്രത്തോളം തങ്ങളെ നേരിടുന്നോ അത്രത്തോളം തന്നെ തങ്ങൾ എതിരിടുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിലും ഇരുകൂട്ടരും തമ്മിലുള്ള ചർച്ചകൾ വെച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക പറയുന്നത് പോലെയുള്ള രേഖകളിലൊന്നും തങ്ങൾ ഒപ്പിടില്ലെന്നും അതുമായി മുന്നോട്ട് പോകില്ലെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇവിടെ അമേരിക്ക കൽപ്പിച്ചിരിക്കുന്നത്. ഏത് സമയവും അത് ഉണ്ടാകാം എന്നും പറയപ്പെടുന്നുണ്ട്. നിരവധി സൈനികരെയാണ് ഇപ്പോൾ ഇതിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്നാണ് സൂചന.